സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം നട്ടപ്പാതിര 11 മണിയായി. എവിടേക്ക് പോന്നെ? എവിടേക്കറിയില്ല. അപ്പൊ പോവാ. സമയം 11 മണിയായി. 11 മണി. ഈ സമയത്താണ് ഇവർക്ക് മടിക്കേരി പോവാൻ എന്നെ വിളിക്കുന്നു. ഞാൻ വരും. എനിക്ക് വ്ളോഗല്ല വേണ്ടേ. അല്ലാ ഓരോരു ആക്കുന്നൊരിത് എന്തെങ്കിലും കഴിഞ്ഞ ആഴ്ചയില്ല, കഴിഞ്ഞ ഏതാഴ്ച ചൊവ്വാഴ്ച ഞാൻ ചെല്ലി എന്തെന്ന് 12 മണിക്ക് നമുക്ക് മടിക്കേരി പോകാന്നല്ലേ. അപ്പോൾ എന്തേലും ഇല്ലേ 12 മണിക്ക് എന്ത് മടിക്കേരി പോന്ന് കേട്ടോ ഞാനോട്. അപ്പോൾ ഇപ്പം എത്ര മണി? കുർല ബാറാ കിങ്കാൻ കിങ്കാൻ ബാറാ. എൻ്റെ ബ്ലോഗിൻ്റെ ഐശ്വര്യം നീ ബാരിച്ചുണ്ടെങ്കിൽ കാണണം. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ നിന്നെ കേട്ടോരുണ്ട്. ഡോഡ്ജ് പോകാൻ നോക്കുന്നു. ഈ പുള്ളമാരല്ലേ നമ്മളെ പോലത്തെ യങ്സ്റ്റേഴ്സ്. കൊട്ടിയാടി രതീഷ് ഉണ്ടല്ലേ? രതീഷ് ഉണ്ട്. നിങ്ങൾ എന്തിനു പാതിരാക്കി ആള് പള്ളി എന്നത് കഥ പറയുന്നത് രാഷ്ട്രീയം പോലെ എന്തിനു ഇടുന്ന് പറയാം. വേറൊന്ന് കഥയില്ലെങ്കിൽ പറയാൻ. നമ്മളുള്ള കൊട്ടയാടി. ഞാനൊരു കാര്യം പറയാം, നല്ലോണം രാഷ്ട്രീയ തലക്കുറിച്ചുകൂടാ. നിങ്ങൾ എന്തിനീ പാതിരാക്കി തല്ലാക്കാൻ വന്നില്ല? ഈ തല്ലാക്കാനാ നിങ്ങ വേറെ എന്റെ ബ്ലോഗിലേക്കല്ലേ കഥ പറയുന്നത്? നിങ്ങോ 12-16 നെയ്പ്പത്തലും ബീഫ് ചില്ലും കൊട്ടയാടി. എങ്ങനെ ഇനി ബന്ധാവല്ല? സൂപ്പറാ. എങ്ങനെ ചെയ്യാവോ? എങ്ങനെ ആവുമ്പോ സൂപ്പറാ. എവിടെ നമ്മ കൊട്ടയാടിയല്ലേ ഇപ്പൊ ഉള്ള കൊട്ടയാടി? പോയിട്ടുണ്ട്. അസിന്റെ ഫോളോവേഴ്സ് ഇതല്ലോ അല്ലടാ. നിങ്ങളതല്ലേ ഹോട്ടലേ? നിങ്ങളുടെ പേര്? അബ്ദുൽ ഖാദർ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതല്ലോ ഇനി എന്നി ഫാദറെ കേട പോന്ന അല്ല ഈ പള്ളിന്റെ അടുത്ത് നീ കഥ പറഞ്ഞ കഥ ഇത്ര സീരിയസ് ആകാൻ കാരണം എന്ത്? ഇപ്പൊ പോണോ നമ്മ തമാശ പറഞ്ഞു ഇപ്പൊ സീരിയസ് ആയി ഏടി ഇപ്പൊ പോന്നെ പള്ളി ചെന്ന് വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞു. മടിക്കേരി പോവാ. മടിക്കേരിയില് നല്ലൊരു റിസോർട്ട് ഉണ്ട് നമ്മളെ. അത് പാതിരാക്ക് നോക്കാം. നോക്കാം അവിടെ ഫുള്ള് പറയുന്ന കേട്ടിന് ചെലപ്പോ കിട്ടിപ്പോയെങ്കായി. ഓക്കെ അപ്പൊ നമ്മ പോവാ. ചോദിച്ചു പോവാ. കൊട്ടിയാടി നെക്സ്റ്റ് എവിടെ? ജാൽസൂർ തിന്നാ. നിനക്ക് അറിവ് എങ്ങനെ? കോഴിക്കോട് തണുപ്പ് ജൂനി
എങ്ങനെയുണ്ടല്ലേ കൊറേ ജാക്കറ്റ് ഇട്ടിട്ട് കോട്ട് സിയാബിന്റെ ആ ചോപ്പ് കോട്ടില്ലല്ലോ അപ്പൊ അതന്നെ കൊറേ ജാക്കറ്റ് കൊടുത്തിട്ടേ ഇന്നെന്തുടാ അതല്ല സിയാബ് നിന്റെ ആ ചോപ്പ് ജാക്കറ്റ് എടുത്തരാ ജാക്കറ്റ് എടുക്കാൻ മുട്ടയിടാ ഭയങ്കര തണുപ്പിന്ന് ഇവിടെ ഒറ്റ ഒരു റിസോർട്ടിൽ സ്പേസ് ഇല്ല ഇല്ല ഫുള്ള് ബുക്കിംഗ് നമുക്ക് റിസോർട്ട് കിട്ടും 12 മണിക്ക് ആടുന്ന് വിടുന്ന വീൽക്കത്തുമ്പോൾ നിങ്ങൾക്ക് റിസോർട്ട് വേണം സിയാബ് മടിക്കൽ എത്തരാ എത്തി ഏത് വൈബ് പോയി ഏത് ഫോഗ് പോയി കിങ്ക എന്താ തണുപ്പ് പിടിച്ചിര ഒരു ഹോം സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ നല്ല നീറ്റുണ്ട് അത് 2000 കുറച്ച് ഇതിനുള്ള 1500 ആയി 2 മണി 3 മണി ആയി ഒരാൾക്ക് 1000 നല്ല സ്പോട്ടാണ് വ്യൂ പോയിന്റ് നല്ല വ്യൂ പോയിന്റാ വ്യൂ പോയിന്റ് എങ്കിൽ സിയാബ് പിന്നെ നോക്കി വെച്ചാ വ്യൂ പോയിന്റ് നോക്കോന്റെ നീ അപ്പോൾ നമുക്ക് റൂം സെറ്റായവാ ഓക്കെ ഏത് ഫോഗ് ചെയ്യാ റോഡ് കാണുന്നില്ല വായി സുഹൃത്തുക്കളെ ഹോം സ്റ്റേ ഉണ്ട് സ്ഥലത്ത് ജമ്മു ഒരാളേക്ക് ഇത് പോകുന്നുണ്ട് എന്ത് കഥ എന്നില്ല ജമ്മു ഭയങ്കര കഥ ആളുണ്ട് അയാൾ കന്നഡ പറയുന്നു ജമ്മു മലയാളം പറയുന്നു ആയുധങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോ അങ്ങനെ നോക്കാം 3000 രൂപ ഒരാൾക്ക് ഇത് 4-5 ആൾക്കല്ല നമ്മളെ കാറ് പോലെ കാറ് പോകില്ല അല്ല കാറ് പകുതിയിൽ ഒരു തിരാടുന്ന് പോകുന്നുണ്ടെങ്കിൽ അല്ല ആവൂലേ ജീപ്പേ സുഹൃത്തുക്കളെ നമ്മ റൂം എടുത്ത് നമ്മൾ വണ്ടി അവിടെ താഴെ വെച്ചിന് സ്റ്റേ ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത് റൂം ഓക്കെ അല്ലേ റമ്മോ ഓക്കെ അല്ലേ സിയാവോ ഇതാണ് നമ്മളെ ആള് നമുക്ക് റൂം ഓക്കെ ആക്കി തന്നെ അപ്പോൾ നമ്മ റൂം കിട്ടലാ വിചാരിച്ചു ബ്ലോഗർ നമ്മ റൂം കിട്ടലാ നമുക്കില്ല ആടെ എത്തിയ കറക്റ്റ് ടൈം ഒരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾക്ക് എങ്ങനെയാ നമ്മളെ കണ്ടപ്പോൾ ഓക്കെ താങ്ക് യു അതല്ല റമ്മോ ഇപ്പം എന്ത് പ്രശ്നം എന്ത് കൊടുത്തു ആര് പൈസ തരും ഏടെ ആര് ചെമ്മോട്ട് 1500 രൂപ കൊടുത്തിന് 2:30 മണിയായി ഒരു ഉറപ്പ് വന്നു രാവിലെ മന്ദൽപേട്ട് പോകും എത്ര മണിക്ക് 6 മണിയാകുമ്പോ എത്തണം ഓ ഉറപ്പ് 6 മണി എത്തണം എഴുതാൻ വിടാം പിന്നെ ഉറങ്ങാൻ തന്നെ പോകും എന്തിനാ വന്നിട്ട് ഉറങ്ങാം മന്ദർപേട്ടിലേക്ക് എത്ര സ്റ്റാർട്ടിങ് ആ വ്യൂ പോയിന്റ് ആണ് ചെല്ലിയത് അത് നമുക്ക് എപ്പോ 6 മണിയാകുമ്പോ എത്തിയത് നല്ലത് കുറച്ച് ഒരു 7 മണിയാകുമ്പോൾ എത്തിയാൽ പ്രശ്നമൊന്നുമില്ല 6 മണി ജീപ്പ് ഉണ്ടാകും നിന്റെ എന്ത് സേവ അഭിപ്രായം ഇല്ലേ ഇല്ലേ സ്പോട്ടിൽ പോണം ഇതുവരെ പോവാത്ത സ്ഥലത്ത് പോണം അപ്പോൾ ആടെ നിന്റെ മോളത്തെ സ്ഥിരം ആടെ അതുകൊണ്ട പാർക്ക് തറവാട്ടില് സുഹൃത്തുക്കളെ അങ്ങനെ മടിക്കേരി എത്തി ലോ ബഡ്ജറ്റിൽ ഒരു ഹോം സ്റ്റേ എടുത്ത് ഈ സമയത്ത് ഇത് തന്നെ ഹയർ അല്ലേ അമ്മോ ആ അപ്പോൾ ഇത് തികത്തിവിടെ കിട്ടി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മടിക്കേരിയിലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ